എല്ലാവർക്കും നമസ്കാരം. ഞാൻ രാമകൃഷ്ണൻ ടി സെബി രജിസ്റ്റേർഡ് റിസർച്ച് അനലിസ്റ്റാണ്. ഈ ഓഡിയോ കേട്ടതിന് ശേഷം ഡിസ്ക്ലെയിമർ കൂടി വായിച്ചു നോക്കണമെന്ന് താല്പര്യപ്പെടുന്നു. ഈ ആഴ്ചയും നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത് നല്ല വൊളാറ്റിലിറ്റി തന്നെയാണ്. നമ്മളെ സംബന്ധിച്ച് മേജർ ഇവൻ്റ് ആയിട്ടുള്ളത് നവംബർ 20 മഹാരാഷ്ട്ര അസംബ്ലി ഇലക്ഷനും അതുപോലെ തന്നെ മറ്റ് സ്റ്റേറ്റ് അസംബ്ലി ഇലക്ഷനിലേക്ക് നടക്കുന്ന ബൈ ഇലക്ഷൻസാണ്. ഇതിൻ്റെ എക്സിറ്റ് പോള് നവംബർ 20 വൈകുന്നേരം തന്നെ വരും. അപ്പോൾ നമുക്ക് 21 തീയതി എക്സിറ്റ് പോൾ റിലേറ്റഡ് ഒരു ഇമ്പാക്റ്റൊക്കെ മാർക്കറ്റിൽ കാണാം. നവംബർ 23 ഒഫീഷ്യലി റിസൾട്ട് അനൗൺസ് ചെയ്യുന്നത്. അതിൻ്റെ ഇമ്പാക്റ്റ് നമുക്ക് അടുത്ത ആഴ്ചയിലാണ് എക്സ്പെക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. കഴിഞ്ഞ ആഴ്ചയിൽ ഗ്ലോബൽ മാർക്കറ്റ് സിറ്റുവേഷൻ നോക്കുകയാണെങ്കിൽ അമേരിക്കൻ മാർക്കറ്റുകളിൽ ട്രംപിൻ്റെ വിജയത്തിന് ശേഷം ഉണ്ടാക്കിയിട്ടുള്ള നേട്ടത്തിൻ്റെ 50% നഷ്ടപ്പെടുത്തി കഴിഞ്ഞിട്ടുണ്ട്. വെള്ളിയാഴ്ച നല്ല രീതിയിലുള്ള സെൽ ഓഫാണ് നമ്മൾ മാർക്കറ്റിൽ കണ്ടത്. അമേരിക്കൻ മാർക്കറ്റിൽ വെള്ളിയാഴ്ച നമ്മളെ സംബന്ധിച്ച് നമുക്ക് ഹോളിഡേ ആയിരുന്നു. മറ്റു മാർക്കറ്റുകളിലെ കാര്യം എടുക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് എല്ലാ മാർക്കറ്റുകളും വെള്ളിയാഴ്ച വീക്കായിരുന്നു. കമോഡിറ്റികളുടെ കാര്യം എടുക്കുകയാണെങ്കിൽ കമോഡിറ്റികളും സ്ലൈറ്റ്ലി വീക്കായിട്ടാണ് വെള്ളിയാഴ്ച ക്ലോസ് ചെയ്തിരുന്നത്. ഗോൾഡ് $2,565 പെർ ഔൺസിനാണ് സ്പോട്ട് ഗോൾഡ് ക്ലോസ് ചെയ്തിരുന്നത്. നമ്മൾ കമോഡിറ്റി മാർക്കറ്റും ഇക്വിറ്റി മാർക്കറ്റൊക്കെ കമ്പയർ ചെയ്യുകയാണെങ്കിൽ കമ്പാരിറ്റീവ്ലി കമോഡിറ്റി മാർക്കറ്റുകളിൽ കഴിഞ്ഞ ആഴ്ചയിൽ വൊളാറ്റിലിറ്റി കുറവായിരുന്നു. ഈ ആഴ്ചയിൽ നമ്മൾ അത് തന്നെയാണ് എക്സ്പെക്റ്റ് ചെയ്യുന്നത്. കാരണം കഴിഞ്ഞ ആഴ്ചയിൽ അലുമിനിയം സിങ്കൊക്കെ ലോവർ ലെവലിൽ നിന്ന് നല്ല രീതിയിലുള്ള മുന്നേറ്റമാണ് നടത്തിയത്. ഇതിന് പ്രധാനപ്പെട്ട കാരണം അലുമിനിയം പ്രൊഡക്ഷൻ ചൈനയിൽ കുറയാൻ പോവുകയാണ്, അതുപോലെ തന്നെ ഡിമാൻഡ് കൂടാൻ പോകുക എന്നുള്ള ഇത്തരത്തിലുള്ള ന്യൂസ് ഫ്ലോസ് ആണ്. സിങ്കിൻ്റെ കാര്യത്തിൽ അത്തരത്തിലുള്ള ഒരു ഇമ്പാക്റ്റ് തന്നെയാണ് കഴിഞ്ഞ ആഴ്ചയിൽ കണ്ടത്. ഈ ആഴ്ചയിലും നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത് അലുമിനിയം സിങ്കൊക്കെ ഔട്ട് പെർഫോം ചെയ്യാനായിട്ട് സാധ്യതകളുണ്ട് എന്നുള്ള കാര്യമാണ്. അതോടൊപ്പം തന്നെ മറ്റ് കമോഡിറ്റികളുടെ കാര്യം എടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും കോപ്പറാണ് മറ്റ് ന്യൂസ് ഫ്ലോസ് ഉള്ള ഒരു കമോഡിറ്റി. കോപ്പറിൻ്റെ കാര്യത്തിൽ നോക്കുകയാണെങ്കിൽ ചൈനയിൽ കോപ്പർ സ്മെൽറ്റേഴ്സൊക്കെ ക്ലോസ് ചെയ്യാൻ പോവുകയാണ്. കാരണം കോപ്പർ ഓറ് കിട്ടാനില്ല എന്നുള്ള റിപ്പോർട്ടുകളാണ്. ലോങ് റണ്ണിൽ ഇത് പോസിറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കാവുന്ന ന്യൂസ് ഫ്ലോസ് തന്നെയാണ്. എന്നിരുന്നാലും നമ്മൾ ഇമ്മീഡിയറ്റ് ആയിട്ട് വലിയ രീതിയിലുള്ളൊരു റിക്കവറി ഒന്നും കോപ്പറിൽ പ്രതീക്ഷിക്കുന്നില്ല. മറിച്ച് അലുമിനിയം സിങ്കും നല്ല രീതിയിൽ റിക്കവറി എന്നുള്ള എക്സ്പെക്റ്റേഷനാണുള്ളത്. ബ്രന്റ് ക്രൂഡ് ഓയിലിൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് ഫ്ലാറ്റ് ലെവലിലാണ് വെള്ളിയാഴ്ച ക്ലോസ് ചെയ്തിട്ടുള്ളത്. അത്തരത്തിലുള്ളൊരു സെൻറ്റിമെൻറ്റ് തന്നെയാണ് ഈ ആഴ്ചയും എക്സ്പെക്റ്റ് ചെയ്യുന്നത്. ഇനി നമ്മൾ മറ്റ് കൺട്രികളിലെ GDP റിലേറ്റഡ് ഡാറ്റ നോക്കുകയാണെങ്കിൽ ജപ്പാനിൽ Q3 GDP അനൗൺസ് ചെയ്തിരുന്നു. സ്ലൈറ്റ്ലി എബവ് എക്സ്പെക്റ്റേഷൻസ് ആണ്. അതുപോലെ തന്നെ ചൈനയിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുന്ന ന്യൂസ് ഫ്ലോസൊക്കെ സൂചിപ്പിക്കുന്നത് ചൈനീസ് ഗവൺമെൻറ് വീണ്ടും സ്റ്റിമുലസ് മെഷേഴ്സ് അനൗൺസ് ചെയ്യുന്നതാണ്. തീർച്ചയായിട്ടും അത്തരത്തിലുള്ള അനൗൺസ്മെൻറ്റ് വരികയാണെങ്കിൽ അതിൻ്റേതായ ഇമ്പാക്റ്റൊക്കെ പല സെക്ടറുകളിലും കാണാനായിട്ട് സാധിക്കും. പ്രത്യേകിച്ച് മെട്രോ സെക്ടറിലൊക്കെ കാണാനായിട്ട് സാധിക്കും. ഈ ന്യൂസ് ഫ്ലോസൊക്കെ മാറ്റി വെച്ച് കഴിഞ്ഞാൽ ഗ്ലോബലി അമേരിക്കൻ ന്യൂസ് ഫ്ലോസ് മാത്രമേ ഉള്ളൂ. ട്രംപ് സെലക്ട് ചെയ്യുന്ന ഡിപ്പാർട്ട്മെൻറ്റ് ഹെഡുകളൊക്കെ വലിയ രീതിയിൽ സ്ട്രിഞ്ചൻ്റായിട്ട് ഡിസിഷൻ എടുക്കാൻ കഴിവുള്ള ആൾക്കാരാണ്. പലരും പല സെക്ടറിലും നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കും എന്നുള്ള ന്യൂസ് ഫ്ലോസൊക്കെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൻ്റേതായ ഇമ്പാക്റ്റുകളൊക്കെ അതാത് സെക്ടർ സ്റ്റോക്കുകളിലൊക്കെ ഓൾറെഡി ദൃശ്യമായിട്ടുണ്ട്. എന്നിരുന്നാലും അടുത്ത ദിവസങ്ങളിലും അത്തരത്തിലുള്ള ന്യൂസ് ഫ്ലോസൊക്കെ നമുക്ക് അമേരിക്കയിൽ നിന്ന് എക്സ്പെക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഒപ്പം അമേരിക്കയിൽ മണി മാർക്കറ്റ് ഫണ്ട് ഇൻഫ്ലോ നോക്കുകയാണെങ്കിൽ റെക്കോർഡ് ഹൈ ഹിറ്റ് ചെയ്തിരിക്കുകയാണ്. അമേരിക്കൻ ഇൻവെസ്റ്റേഴ്സ് വീണ്ടും ബോണ്ടുകളിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഇതിന് പ്രധാനപ്പെട്ട കാരണമായിട്ട് പറയുന്നത് ട്രംപിൻ്റെ പോളിസികൾ ഇൻഫ്ലേഷൻ കൂട്ടും. ഇൻഫ്ലേഷൻ കൂട്ടുമ്പോൾ US ഫെഡ് ഇൻട്രസ്റ്റ് റേറ്റ് കുറയ്ക്കുന്ന കാര്യത്തിൽ ഒരു പക്ഷേ ഡിസിഷൻ എടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും എന്നുള്ള റിപ്പോർട്ടുകളാണ്. അതുകൊണ്ട് തന്നെ അമേരിക്കൻ ഇൻവെസ്റ്റേഴ്സ് വീണ്ടും ബോണ്ടുകളിൽ ഇൻവെസ്റ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. 4.5% റിട്ടേൺ കിട്ടുന്നത് തീർച്ചയായിട്ടും അമേരിക്കൻ ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ച് വളരെ പോസിറ്റീവായിട്ടുള്ള കാര്യമാണ്. കഴിഞ്ഞ 2-3 വർഷമായിട്ടാണ് ഇത്തരത്തിലുള്ള റിട്ടേൺ തന്നെ കിട്ടിക്കൊണ്ടിരിക്കുന്ന അമേരിക്കൻ ബോണ്ട് ഇൻവെസ്റ്റേഴ്സിന്. ഈ ന്യൂസ് ഫ്ലോസ് പൊതുവെ ഇക്വിറ്റി മാർക്കറ്റുകൾക്ക് നെഗറ്റീവ് ആവാറാണ് പണ്ടൊക്കെ സ്ഥിതി. പക്ഷേ ഇപ്പോൾ ഇക്വിറ്റി മാർക്കറ്റുകളിലേക്കുള്ള ഫണ്ട് ഇൻഫ്ലോ അമേരിക്കയിൽ കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അമേരിക്കൻ മാർക്കറ്റിനെ സംബന്ധിച്ച് പോസിറ്റീവും നെഗറ്റീവായിട്ടുള്ള ന്യൂസ് ഫ്ലോസ് ഒക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് അമേരിക്കൻ മാർക്കറ്റിൽ നല്ല വൊളാറ്റിലിറ്റി ഒക്കെ പ്രതീക്ഷിക്കാം. ഒപ്പം S&P 500 കമ്പനികളുടെ
പ്രോഫിറ്റബിലിറ്റി അടുത്ത ക്വാർട്ടേഴ്സിലൊക്കെ കുറയും എന്നുള്ള റിപ്പോർട്ടുകളൊക്കെ വരുന്നുണ്ട്. ഈ ആഴ്ചയിൽ നവംബർ 20 എൻവിഡിയയുടെ റിസൾട്ട് ഉണ്ട്. ഇതാണൊരു മേജർ ഇവൻ്റ് അമേരിക്കയിലുള്ളത്. എൻവിഡിയയുടെ റിസൾട്ട് എബോവ് എക്സ്പെക്റ്റേഷൻസ് ആണെങ്കിൽ ആ സ്റ്റോക്ക് വീണ്ടും റാലി ചെയ്യാനുള്ള സാധ്യതകളാണ് കാണുന്നത്. ഒരുപക്ഷെ $4 ട്രില്യൺ അടുക്കാനുള്ള സാധ്യതകളൊക്കെയാണ് കാണുന്നത് അതിൻ്റെ മാർക്കറ്റ് ക്യാപ്പ്. തീർച്ചയായിട്ടും നമുക്ക് നവംബർ 20 വരെ കാത്തിരിക്കണം. എന്നിരുന്നാലും എല്ലാവരും എക്സ്പെക്റ്റ് ചെയ്യുന്നത് ബെറ്റർ ദാൻ എക്സ്പെക്റ്റേഷൻ ആയിരിക്കും എൻവിഡിയയുടെ റിസൾട്ട് എന്നാണ്. അതിൻ്റെ ഇമ്പാക്റ്റ് മറ്റ് ടെക്നോളജി സ്റ്റോക്കുകളിലൊക്കെ കാണാനുള്ള സാധ്യതകളുണ്ട്. ഒപ്പം നമ്മൾ മറ്റ് സെക്ടർ സ്പെസിഫിക് ഡൊമസ്റ്റിക് ന്യൂസ് ഫ്ലോസൊക്കെ നോക്കുകയാണെങ്കിൽ, സ്റ്റോക്ക് സ്പെസിഫിക് ന്യൂസ് ഫ്ലോസൊക്കെ നോക്കുകയാണെങ്കിൽ, LIC ഹെൽത്ത് കെയർ സെക്ടറിലേക്ക് എൻട്രി ആണ് 2025 പ്രൈവറ്റ് കമ്പനീനെ അക്വയർ ചെയ്തിട്ട് ഹെൽത്ത് കെയർ പ്രൊഡക്റ്റുകൾ ലോഞ്ച് ചെയ്യുന്നതാണ് പറയുന്നത്. അപ്പോൾ ഹെൽത്ത് ഇൻഷുറൻസ് ലോഞ്ച് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും LICനെ സംബന്ധിച്ച് വളരെ ഫാബുലസ് ആയിട്ടുള്ളൊരു കാര്യമാണ്. വളരെ പോസിറ്റീവായിട്ട് ലോങ് റണ്ണിൽ ഇമ്പാക്റ്റ് കിട്ടാൻ സാധ്യതയുള്ളൊരു കാര്യമാണ്. അപ്പോൾ മാർക്കറ്റ് താഴെ വരുന്ന അവസരങ്ങളിൽ റിക്കവറി നടത്തുന്ന അവസരത്തിൽ ഒരുപക്ഷെ മുമ്പ് റിക്കവറി നടത്താൻ സാധ്യതയുള്ളൊരു സ്റ്റോക്കാണ് LIC. ഹിന്ദുസ്ഥാൻ സിംഗിന് ഒരു ഗോൾഡ് മൈൻ അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ട് രാജസ്ഥാനിൽ നിന്ന്. ഒപ്പം വേദാന്ത പറയുന്ന അവരെല്ലാ സെഗ്മെൻറ്റിലും അവർ പ്രൊഡക്ഷൻ കൂട്ടാൻ പോവുകയാണ്. ഒപ്പം ചൈനയിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുന്ന ന്യൂസ് ഫ്ലോസ്, അലുമിനിയത്തിൻ്റെ കാര്യത്തിലുള്ള ന്യൂസ് ഫ്ലോസൊക്കെ വേദാന്തനെ സംബന്ധിച്ചും പോസിറ്റീവാണ്. അതുപോലെ തന്നെ ഹിൻഡാൽക്കോനെ സംബന്ധിച്ചും പോസിറ്റീവാണ്. സിങ്കിനെ സംബന്ധിച്ച് വന്നുകൊണ്ടിരിക്കുന്ന ന്യൂസ് ഫ്ലോസ് ഹിന്ദുസ്ഥാൻ സിംഗിനെ സംബന്ധിച്ചും പോസിറ്റീവാണ്. ഒപ്പം ഹിന്ദുസ്ഥാൻ സിംഗും വേദാന്തയൊക്കെ ഡീമർജർ കാൻഡിഡേറ്റുകളും കൂടിയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ന്യൂസ് ഫ്ലോസൊക്കെ മാർക്കറ്റ് താഴെ വരുന്ന അവസരത്തിൽ ഒരു പക്ഷേ മുമ്പ് റിക്കവർ ചെയ്യാനായിട്ട് സ്റ്റോക്കുകളെ സഹായിക്കുന്നുള്ളൊരു എക്സ്പെക്റ്റേഷനാണ് എനിക്കുള്ളത്. അതോടൊപ്പം തന്നെ നമ്മൾ നമ്മുടെ സെക്ടർ സ്പെസിഫിക് ആയിട്ടുള്ള ന്യൂസ് ഫ്ലോസ് നോക്കുകയാണെങ്കിൽ റിന്യൂവബിൾ എനർജി രംഗത്ത് നമ്മുടെ ഡെവലപ്മെൻറ്റ് വളരെ വളരെ പ്രോമിസിങ് ആണ്. 2024 ധാരാളം കപ്പാസിറ്റി അഡീഷൻസ് ആണ് നടന്നിരിക്കുന്നത്. ഇപ്പോൾ നമ്മുടെ ടോട്ടൽ കപ്പാസിറ്റി റിന്യൂവബിൾ എനർജി രംഗത്ത് വന്നിട്ടുള്ള 211.36 ഗിഗാവാട്ടാണ്. നമ്മൾ ഗ്ലോബൽ കമ്പാരിസൺ നടത്തുകയാണെങ്കിൽ ചൈനയിൽ 710 ഗിഗാവാട്ടാണ് റിന്യൂവബിൾ എനർജി രംഗത്തുള്ള പവർ പ്രൊഡക്ഷൻ വരുന്നത്. അമേരിക്കയിൽ 180 ഗിഗാവാട്ടേ ഉള്ളൂ. അപ്പോൾ നമ്മളെ സംബന്ധിച്ച് കമ്പയർ ചെയ്യുകയാണെങ്കിൽ ചൈന കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല രീതിയിൽ മുന്നേറിക്കൊണ്ടിരിക്കുന്ന ഒരു മാർക്കറ്റാണ്. സോളാർ, വിൻഡ്, അതുപോലെ തന്നെ ന്യൂക്ലിയർ പവർ, മറ്റ് ബയോഗ്യാസ് റിലേറ്റഡ് പവർ ജനറേഷനൊക്കെ ഇന്ത്യയിൽ നല്ല രീതിയിൽ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. ട്രംപിൻ്റെ പോളിസികൾ പൊതുവെ ഫോസിൽ ഫ്യൂവൽസിനെയാണ് ഫേവർ ചെയ്യാറ്. പക്ഷേ റിന്യൂവബിൾ എനർജി രംഗത്ത് വലിയ രീതിയിൽ ചലനങ്ങളുണ്ടാക്കുന്ന ഡിസിഷനൊക്കെ എടുക്കാൻ കഴിവുള്ളതാണ് എലോൺ മസ്ക്. ഒരുപക്ഷെ ട്രംപിൻ്റെ ടെക്നോളജി ഉപദേഷ്ടാവായിട്ട് വരാൻ പോകുന്ന എലോൺ മസ്ക് ആണ്. അദ്ദേഹം ഫേവർ ചെയ്യുന്ന റിന്യൂവബിൾ എനർജീനെയും അതുപോലെ തന്നെ ന്യൂ ജനറേഷൻ കമ്പനികളൊക്കെയാണ്. പക്ഷേ ട്രംപിൻ്റെ പോളിസികൾ വിപരീതമാണ്. പക്ഷേ ഇത്തരത്തിലുള്ള ഡിസിഷനാണ് വരാൻ പോകുന്നുള്ള കാര്യം നമുക്കറിയില്ല. എന്നിരുന്നാലും അമേരിക്കയിൽ റിന്യൂവബിൾ എനർജി രംഗത്ത് വലിയ രീതിയിലുള്ള എക്സ്പാൻഷൻ ആവശ്യമാണ്. ചൈനീസ് പ്രൊഡക്റ്റുകൾ മേൽ ഡ്യൂട്ടി ഇമ്പോസ് ചെയ്യുകയാണെങ്കിൽ ഇന്ത്യക്കാണ് അതിൻ്റെ ഒരു പോസിറ്റീവ് ഇമ്പാക്റ്റ് ലഭിക്കാൻ പോകുന്നത്. അപ്പോൾ ഇന്ത്യയിൽ നിന്ന് അമേരിക്കയിലേക്ക് സോളാർ റിലേറ്റഡ് പ്രൊഡക്റ്റുകളൊക്കെ എക്സ്പോർട്ട് ചെയ്യുന്ന കമ്പനികളുണ്ട്. വാരി എനർജീസ്, അതുപോലെ തന്നെ പ്രീമിയർ എനർജീസ്. ഈ കമ്പനികളെ സംബന്ധിച്ചൊക്കെ വളരെ പോസിറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കാവുന്ന പല അനൗൺസ്മെൻറ്റുകളും ഒരുപക്ഷെ അമേരിക്കയിൽ നിന്ന് വന്നേക്കാം. ഒപ്പം അഡാനി വലിയ രീതിയിലാണ് അമേരിക്കയിൽ റിന്യൂവബിൾ എനർജി രംഗത്ത് ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുന്നത് എന്നുള്ള റിപ്പോർട്ടുകളൊക്കെ ഉണ്ട്. പൊതുവേ ഈ ന്യൂസ് ഫ്ലോസൊക്കെ പോസിറ്റീവ് ആണെങ്കിൽ പോലും മാർക്കറ്റ് സെൻറ്റിമെൻറ്റ് ഇന്ത്യയിൽ വീക്കാണെങ്കിൽ ആ നെഗറ്റീവ് ഇമ്പാക്റ്റൊക്കെ ഈ എല്ലാ സ്റ്റോക്കുകളിലും ഉണ്ടാകാനുള്ള സാധ്യതകളൊക്കെയുണ്ട്. അതുകൊണ്ട് വളരെ വളരെ കോഷ്യസ് ആയിട്ട് മാർക്കറ്റിൽ മൂവ് ചെയ്യേണ്ടതാണ്. നമ്മുടെ നിഫ്റ്റിയുടെ കാര്യം നോക്കുകയാണെങ്കിൽ നിഫ്റ്റി ഓൾ ടൈം ഹൈയിൽ നിന്ന് 10% താഴെയാണ് ഇപ്പോൾ വ്യാഴാഴ്ച ക്ലോസ് ചെയ്തിട്ടുള്ളത്. 10.44% താഴെയാണ്. വേസ്റ്റ് കേസ് സിനാരിയോയിൽ ഒരു പക്ഷേ ഈ ആഴ്ചയിൽ 23,300 23,000 ലെവലിലേക്കൊക്കെ നിഫ്റ്റി താഴാനുള്ള ചാൻസസ് ഉണ്ട്. കാരണം 200 ഡേ മൂവിങ് ആവറേജിനടുത്താണ് വെള്ളിയാഴ്ച ക്ലോസ് ചെയ്തിട്ടുള്ളത്. ഗ്ലോബൽ സെൻറ്റിമെൻറ്റ് വീക്കാണ്. ഒപ്പം നമ്മുടെ Q2 റിസൾട്ടുകൾ ഇതുവരെ പുറത്ത് വന്നിരുന്ന റിസൾട്ടുകളെല്ലാം തന്നെ സ്ലൈറ്റ്ലി ബിലോ എക്സ്പെക്റ്റേഷൻസ് ആണ്. ഓൾമോസ്റ്റ് എല്ലാ കമ്പനികളുടെയും റിസൾട്ടൊക്കെ പുറത്ത് വന്നു കഴിഞ്ഞു. അതിൻ്റെ ഇമ്പാക്റ്റ് ഓൾറെഡി മാർക്കറ്റിൽ ഡിസ്കൗണ്ടഡ് ആണ്. എന്നിരുന്നാലും പല സെക്ടർ സ്റ്റോക്കുകളെ കുറിച്ച് നോക്കുകയാണെങ്കിൽ പ്രത്യേകിച്ച് ഏഷ്യൻ പെയിൻറ്റ് പീക്ക് ലെവലിൽ നിന്ന് 26% താഴെയാണ്.
ട്രെൻഡ് പീക്ക് ലെവലിൽ നിന്ന് 22% താഴെയാണ്. ഇതൊക്കെ സൂചിപ്പിക്കുന്ന പല സ്റ്റോക്കുകളും ബെയറിഷ് ട്രെൻഡിലേക്ക് മാറിയിട്ടുണ്ട് എന്നുള്ള കാര്യമാണ്. ഏഷ്യൻ പെയിൻറ്റിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ ബിർളയായിട്ടുള്ള കോമ്പറ്റീഷനാണ്. ബിർള ഒപ്പസ്, ബിർളയുടെ പെയിൻറ്റ് സെക്ടറിലേക്കുള്ള എൻട്രി ഒരു പക്ഷേ ഏറ്റവും കൂടുതൽ നെഗറ്റീവായിട്ട് ഇമ്പാക്റ്റ് ചെയ്തിട്ടുള്ള ഏഷ്യൻ പെയിൻറ്റിനെയാണ്. ഒപ്പം അക്സോ നോബൽ എന്ന് പറയുന്ന MNC പെയിൻറ്റ് കമ്പനീനെ ഒരു പക്ഷേ ബിർള ടേക്ക് ഓവർ ചെയ്യുന്നുള്ള റിപ്പോർട്ടുകളൊക്കെയുണ്ട്. ഒഫീഷ്യൽ കൺഫർമേഷനൊന്നുമല്ല, മാർക്കറ്റൊക്കെ ആണ്. അത്തരത്തിലുള്ളൊരു അക്വിസിഷനും കൂടി നടത്തുകയാണെങ്കിൽ ഒരു പക്ഷേ ഏഷ്യൻ പെയിൻറ്റിനെ ബീറ്റ് ചെയ്യാവുന്ന തരത്തിലുള്ള ഒരു കപ്പാസിറ്റിയൊക്കെ ബിർള ഒപ്പസിന് ഉണ്ടാക്കാനായിട്ട് സാധിക്കും. ഇതും ഒരു പക്ഷേ ഏഷ്യൻ പെയിൻറ്റിൻ്റെ ഈ ഫാളിൽ ഒരു ഫാക്ടറായി മാറിയിരിക്കാം. ഒപ്പം Q2 റിസൾട്ട് പുറത്ത് വന്ന് ബിലോ എക്സ്പെക്റ്റേഷൻസ് ആയിരുന്നു. അപ്പോൾ അത്തരത്തിലുള്ള പല സ്റ്റോക്കുകളും മാർക്കറ്റിലുണ്ട്. 20-25-30% ടോപ്പിൽ നിന്ന് താഴെ ട്രേഡ് ചെയ്യുന്ന സ്റ്റോക്കുകളൊക്കെ ഉണ്ട്. ഇതും മാർക്കറ്റിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ സ്ലൈറ്റ്ലി നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന കാര്യങ്ങളൊക്കെയാണ്. പക്ഷേ എന്നിരുന്നാലും ധാരാളം പോസിറ്റീവ് അനൗൺസ്മെൻറ്റുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. NSE 45 സ്റ്റോക്കുകളെ ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻ സെഗ്മെൻറ്റിലേക്ക് ഉൾപ്പെടുത്തിയിരിക്കുകയാണ്. ഈ സ്റ്റോക്കുകൾ ലോവർ ലെവലിൽ നിന്ന് മുന്നേറാനുള്ള സാധ്യതകളാണ് കാണുന്നത്. മാർക്കറ്റ് ഫാളിൽ ഒരു പക്ഷേ ഈ സ്റ്റോക്കുകളൊക്കെ താഴെ പോയേക്കാം. പക്ഷേ ഇൻവെസ്റ്റേഴ്സ് ഒരു കാര്യം മനസ്സിലാക്കുക, മുമ്പൊക്കെ F&O സെഗ്മെൻറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള സ്റ്റോക്കുകൾ 6 മാസം മുതൽ 2 വർഷത്തിനുള്ളിൽ നല്ല രീതിയിലുള്ള മുന്നേറ്റമൊക്കെ നടത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ 45 സ്റ്റോക്കുകളും നിങ്ങൾക്ക് ലോങ് റണ്ണിലേക്ക് ഇൻവെസ്റ്റ്മെൻറ്റിന് കൺസിഡർ ചെയ്യാവുന്ന സ്റ്റോക്കുകളാണ്. മാർക്കറ്റ് താഴെ വരുമ്പോൾ ഘട്ടമായിട്ട് ഈ സ്റ്റോക്കുകളിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്നത് നന്നായിരിക്കും. ധാരാളം നല്ല സ്റ്റോക്കുകൾ, നല്ല പെർഫോമൻസ് കാഴ്ചവെച്ചിട്ടുള്ള സ്റ്റോക്കുകളുണ്ട്. ഇതിൽ അഡാനി എനർജി സൊല്യൂഷൻസ് ഉണ്ട്. ഏറ്റവും കൂടുതൽ CapEx ഈ വർഷം സ്പെൻഡ് ചെയ്തിട്ടുള്ളൊരു കമ്പനിയും കൂടിയാണ് അഡാനി എനർജി സൊല്യൂഷൻസ്. അതിൻ്റെയൊക്കെ ഇമ്പാക്റ്റ് അടുത്ത വർഷങ്ങളിലാണ് ലഭിക്കാൻ പോകുന്നത്. അതോടൊപ്പം തന്നെ അഡാനി ഗ്രീൻ ഉണ്ട്, അതുപോലെ തന്നെ APL അപ്പോളോ ഉണ്ട്, അതുപോലെ തന്നെ അഡാനി ടോട്ടൽ ഗ്യാസ് ഉണ്ട്, ബാങ്ക് ഓഫ് ഇന്ത്യ ഉണ്ട്, BSC ഉണ്ട്, CAMS ഉണ്ട്, CDSL ഉണ്ട്, സയൻറ്റ് ലിമിറ്റഡ് ഉണ്ട്, CG പവർ ഉണ്ട്, അതുപോലെ തന്നെ ന്യൂ ജനറേഷൻ ലോജിസ്റ്റിക് കമ്പനിയാണ് ഡൽഹി വറി ഉണ്ട്, ഒപ്പം HFCL ഉണ്ട്, ഹഡ്കോ ഉണ്ട്, ഇന്ത്യൻ ബാങ്ക് ഉണ്ട്, JSL ഉണ്ട്, ജിയോ ഫൈനാൻഷ്യൽ സർവീസസ് ഉണ്ട്, കല്യാൺ ജുവലേഴ്സ് നമ്മുടെ കേരളത്തിൽ നിന്നുള്ളൊരു ഔട്ട് പെർഫോമിംഗ് സ്റ്റോക്കാണ്. കല്യാൺ ജുവലേഴ്സ് ഉണ്ട്, KI ഇൻഡസ്ട്രീസ് ഉണ്ട്, LICയും കൂടി ഉണ്ട്. LICയും കൂടി F&O സെഗ്മെൻറ്റിൽ വന്നിരിക്കുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻ സെഗ്മെൻറ്റിൽ സ്ട്രാറ്റജികൾ അപ്ലൈ ചെയ്യുന്ന ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ച് ഒരു സ്റ്റേബിൾ കാൻഡിഡേറ്റും കൂടി ഈ സെഗ്മെൻറ്റിലേക്ക് വന്നിട്ടുണ്ട്. ഒപ്പം മാക്സ് ഹെൽത്ത് ഉണ്ട്, NCC ഉണ്ട്. NCCനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ ന്യൂക്ലിയർ പവർ പ്ലാന്റുകളൊക്കെ മാനുഫാക്ചർ ചെയ്യുന്നതിൽ വളരെ പ്രോമിസിങ് ആയിട്ടുള്ളൊരു കമ്പനിയാണ്, ഒരു എക്സ്പെർട്ടൈസ് ഉള്ള കമ്പനിയാണ്. ഇന്ത്യയിൽ സ്മോൾ മോഡുലർ റിയാക്ടേഴ്സ് പവറിന് വേണ്ടി ഇംപ്ലിമെൻ്റ് ചെയ്യാണ്. ഒരുപക്ഷെ ഏറ്റവും മുമ്പ് കൂടുതൽ ഓർഡർ കിട്ടാൻ സാധ്യതയുള്ളൊരു കമ്പനിയാണ് NCC. ഒപ്പം നൈക്കി ഉണ്ട്, ന്യൂ ജനറേഷൻ കമ്പനിയാണ്. ഓയിൽ ഇന്ത്യ ഉണ്ട്, PTM ഉണ്ട്, പോളിസി ബസാർ ഉണ്ട്, അതോടൊപ്പം തന്നെ വരുൺ ബിവറേജസ് ഉണ്ട്, സൊമാറ്റോ ന്യൂ ജനറേഷൻ കമ്പനിയാണ്. ധാരാളം പോസിറ്റീവ് ന്യൂസ് ഉള്ള കമ്പനിയാണ്. യെസ് ബാങ്ക് ഉണ്ട്. യെസ് ബാങ്കിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ മാർച്ചോടുകൂടി ഒരു പക്ഷേ SBI സ്റ്റേക്ക് വിൽക്കാനുള്ള സാധ്യതകളൊക്കെ ഉണ്ട്. മറ്റ് ബാങ്കുകൾക്കുള്ള സ്റ്റേക്ക് വിൽക്കാനുള്ള സാധ്യതകളുണ്ട്. പുതിയ പ്രൊമോട്ടർ വന്നേക്കാം. അങ്ങനെ വരുമ്പോൾ യെസ് ബാങ്കിൻ്റെ സ്റ്റോക്കിലും ഒരു പക്ഷേ ഒരു മോഡറേറ്റ് അപ്രീസിയേഷനൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാം. പൊതുവേ F&O എൻട്രി സ്റ്റോക്കുകളെ സംബന്ധിച്ച് പോസിറ്റീവ് ഇമ്പാക്റ്റാണ് നൽകാറ്. അതുകൊണ്ട് തന്നെ മാർക്കറ്റ് ഫാളിൽ ലോങ് ടേം പോയിൻ്റ് ഓഫ് വ്യൂവിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന നിക്ഷേപകർക്ക് ഒരു ഓപ്പർച്യൂണിറ്റിയാണ് 45 സ്റ്റോക്കുകളിലും ഘട്ടമായിട്ട് ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ഡിസിഷൻ എടുക്കുകയാണെങ്കിൽ. അതോടൊപ്പം തന്നെ PSU രംഗത്ത് 2:1 ബോണസ് അനൗൺസ് ചെയ്തിട്ടുള്ള കമ്പനിയാണ് NMDC. NMDCയുടെ കാര്യം എടുക്കുകയാണെങ്കിൽ വളരെ പ്രോമിസിങ് ആയിട്ടുള്ളൊരു കമ്പനിയാണ്. 6th ലാർജസ്റ്റ് അയൺ ഓർ മാനുഫാക്ചറിങ് കമ്പനിയാണ് വേൾഡിലത്തെ. 299 കോടിയാണ് ഇൻഡിക്കേറ്റ് ക്യാപിറ്റൽ വരുന്നത്. ഒപ്പം ഇന്ത്യയിലുള്ള ഏക ഡയമണ്ട് മൈനിങ് കമ്പനിയും കൂടിയാണ്. ഒപ്പം ഓസ്ട്രേലിയയിൽ ഒരു ഗോൾഡ് മൈൻ പ്രൊഡക്ഷൻ ആരംഭിക്കാൻ പോവുകയാണ്. ഇങ്ങനെ നോക്കുമ്പോൾ ഗ്ലോബൽ പ്രസൻസ് ഉള്ള ഒരു ഗ്ലോബൽ MNC ഇന്ത്യൻ മിനറൽസ് കമ്പനിയാണ് NMDC.
2:1 ബോണസും അനൗൺസ് ചെയ്തിട്ടുണ്ട്. 100 ഷെയറുള്ള ഇൻവെസ്റ്റേഴ്സിന് അല്ലെങ്കിൽ 100 ഷെയർ ഇപ്പോൾ വാങ്ങുന്ന ഇൻവെസ്റ്റേഴ്സിന് 200 ഷെയർ ബോണസും കൂടി ലഭിക്കുകയാണ്. തീർച്ചയായിട്ടും ലോങ് റണ്ണിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്ന ഇൻവെസ്റ്ററെ സംബന്ധിച്ച് ഒരുപക്ഷെ നല്ല റിട്ടേൺ കിട്ടാൻ സാധ്യതയുള്ളൊരു സ്റ്റോക്കാണ്. അപ്പോൾ ലോങ് റണ്ണിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് താല്പര്യമുള്ള ഇൻവെസ്റ്റേഴ്സ് ഇതിൽ ഡിവിഡൻഡും ലഭിക്കാം. ഡിവിഡൻഡ് ഈൽഡ് നോക്കുകയാണെങ്കിൽ നല്ല ഡിവിഡൻഡ് ഈൽഡ് ഉണ്ടാവും. ഒപ്പം ബോണസ് ലഭിക്കുമ്പോൾ തീർച്ചയായിട്ടും 100 ഷെയറുള്ളത് 300 ഷെയറായിട്ട് മാറുകയാണ്. അപ്പോൾ ബോണസ് ഇഷ്യൂ കൂടെയും ഗെയിൻ കിട്ടാനുള്ള സാധ്യതകളൊക്കെയാണ്. അപ്പോൾ മാർക്കറ്റ് താഴെ വരുന്ന അവസരങ്ങളിൽ ധാരാളം ഓപ്പർച്യൂണിറ്റികൾ നമ്മുടെ ഇൻവെസ്റ്റേഴ്സിനുണ്ട്. അത്തരത്തിലുള്ളൊരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് NMDCനെയും കൂടി കാണുന്നത് നന്നായിരിക്കും. അതോടൊപ്പം തന്നെ ലാർജ് ക്യാപ്പ് ഓഹരികളുടെ കാര്യമൊക്കെ എടുക്കുകയാണെങ്കിൽ നന്നായിട്ട് ബീറ്റൻ ഡൗൺ ആയിട്ടുള്ളൊരു സ്റ്റോക്കാണ് റിലയൻസ് ഇൻഡസ്ട്രീസ്. ഫണ്ടമെൻ്റൽസ് നോക്കുകയാണെങ്കിൽ ഇക്വിറ്റി ക്യാപിറ്റൽ കൂടിയതാണ് ഒരു ലാഗിങ് ഫാക്ടറായിട്ട് വരുന്നത്. പക്ഷേ ഡെറിവേറ്റീവ് സെഗ്മെൻറ്റിൽ കൺട്രോളൊക്കെ വരുന്നുണ്ട്. പക്ഷേ ഡെറിവേറ്റീവ് സെഗ്മെൻറ്റിൽ ഹെഡ്ജ് ചെയ്യാൻ താല്പര്യമുള്ള അത്രയും മാർജിനൊക്കെ കീപ്പ് ചെയ്യാൻ താല്പര്യമുള്ള ഇൻവെസ്റ്റേഴ്സിന് അതും ഒരു അവസരമാണ്. കവേർഡ് കോൾ സ്ട്രാറ്റജി പോലുള്ള സ്ട്രാറ്റജികളിലൊക്കെ ഏർപ്പെടാവുന്നതാണ് റിലയൻസ് ഇൻഡസ്ട്രീസിൻ്റെ കാര്യത്തിൽ. ഇത്തരത്തിലുള്ള അവസരങ്ങളൊക്കെ മാർക്കറ്റിൽ വന്നു ചേർന്നിരിക്കുകയാണ്. നല്ല രീതിയിലുള്ള കറക്ഷൻ നമ്മൾ കണ്ടു കഴിഞ്ഞു. വീണ്ടും ഒരുപക്ഷെ നിഫ്റ്റിയും സെൻസസൊക്കെ താഴെ പോകാനുള്ള സാധ്യതകളൊക്കെ ഉണ്ട്. ഗ്ലോബൽ ഫാക്ടേഴ്സ് വഷളാവുക, പൊളിറ്റിക്കൽ സിറ്റുവേഷൻ വഷളാവുക, ഒപ്പം വീണ്ടും നെഗറ്റീവ് ന്യൂസ് ഫ്ലോസ് നമ്മുടെ പൊളിറ്റിക്കൽ രംഗത്തും അതുപോലെ തന്നെ കോർപ്പറേറ്റ് രംഗത്തൊക്കെ വരികയാണെങ്കിൽ മാർക്കറ്റ് വീണ്ടും താഴെ പോകാനുള്ള സാധ്യതകളൊക്കെയുണ്ട്. ഇതൊക്കെ മനസ്സിൽ വെച്ചുകൊണ്ട് പേഷ്യൻസോടുകൂടി ലോങ് ടേം പോയിൻ്റ് ഓഫ് വ്യൂവിൽ നിക്ഷേപിക്കാനുള്ള ഒരു ഡിസിഷൻ എടുക്കുന്നതായിരിക്കും നല്ലത്. അറ്റ് എവരി ഫാളിൽ 4 ഘട്ടമായിട്ട് ലോങ് ടേം പോയിൻ്റ് ഓഫ് വ്യൂവിൽ നിക്ഷേപിക്കാനുള്ള ഡിസിഷൻ എടുക്കാനാണ് ഞാൻ ഇൻവെസ്റ്റേഴ്സിനോട് സജസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഒരു വൊളാറ്റിലിറ്റി എക്സ്പെക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ഈ ആഴ്ച വൊളാറ്റിലിറ്റി തന്നെയായിരിക്കും കൂടുതലും നമുക്ക് കാണാൻ സാധിക്കുക. അടുത്ത ആഴ്ചയും ഇലക്ഷൻ്റെ വൊളാറ്റിലിറ്റി ഒക്കെ ഉണ്ടാവാം. അപ്പോൾ എല്ലാവർക്കും ഒരു നല്ല ഇൻവെസ്റ്റിംഗ് വീക്ക് ആശംസിച്ചുകൊണ്ട് ഞാൻ അന്നത്തെ വീക്ക്ലി പോഡ്കാസ്റ്റ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു.